മയക്കുമരുന്നിനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യക്കോട്ട അല്പസമയത്തിനകം ആരംഭിക്കും. ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യക്കോട്ടയിൽ ലക്ഷക്കണക്കിന് പേർ അണിനിരക്കും. ജില്ലയിലെ 15 കേന്ദ്രങ്ങളിലാണ് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സഹിൻ ആന്റണിയും അനിൽ ജോർജും ചേരുന്നുണ്ട്. ആദ്യം സഹിനിലേക്ക് പോവുകയാണ്. സഹിൻ, എത്തരത്തിലാണ് അവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ പുരോഗമിക്കുന്നത്? എത്രത്തോളം ആളുകളുടെ ബാഹുല്യമുണ്ട് ഈ ഘട്ടത്തിൽ? സഗീത, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ CPM-ന്റെ ശക്തമായ പ്രതിഷേധമാണ് ഈ മനുഷ്യക്കോട്ട എന്ന് പറയേണ്ടി വരും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മനുഷ്യക്കോട്ടയിൽ പങ്കാളികളായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീമതി ടീച്ചർ തന്നെയാണ്. ടീച്ചറെ, എങ്ങനെയുണ്ട് ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് CPM നയിച്ചുകൊണ്ടിരിക്കുന്നത്? മയക്കുമരുന്ന് ആസക്തി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ഇതിനെതിരെ അവസരോചിതമായി നമ്മുടെ എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ നേതൃത്വം ഇത്തരമൊരു ബോധവൽക്കരണ നടപടിയുമായി മനുഷ്യക്കോട്ട തീർക്കാൻ, അത് അതിശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ്. നാം എല്ലാവരും എല്ലാ രാഷ്ട്രീയ മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്നിക്കണമെന്ന ഒരു ആശയത്തോടു കൂടി മനുഷ്യക്കോട്ട നിർമ്മിച്ച് ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കാൻ തക്ക വിധത്തിൽ നോ ഡ്രഗ്സ് എന്നുള്ള നിലയിൽ മയക്കുമരുന്ന് ഇവിടെ ആവശ്യമില്ല, മയക്കുമരുന്ന് ഈ കേരളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, ഈ ശക്തമായ മെസ്സേജ് നമ്മുടെ കേരളത്തിലുടനീളം, ഒരുപക്ഷെ കേരളത്തിലല്ല, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ചാനലുകൾ, നിങ്ങൾ ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകളിലൂടെ ഇന്ത്യയിലും ലോകത്തിലും മലയാളം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിക്കണം. മനുഷ്യനെ കാർന്നു തിന്നുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന, മാനവ സമൂഹത്തിൻ്റെ അധപ്പതനത്തിനിടയാക്കുന്ന ഈ മയക്കുമരുന്നിനെ നമുക്ക് ഇല്ലാതാക്കണം, അത് ഉപയോഗിക്കാതിരിക്കണം എന്ന സന്ദേശമാണ് എറണാകുളത്ത് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15-16 ഏരിയകളിലായിട്ട് നടക്കുന്ന ഈ മനുഷ്യക്കോട്ടയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഇവിടെയുണ്ട്. സതീശൻ ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഇങ്ങനൊരു പരിപാടി ഏറ്റെടുത്തതിൽ അഭിനന്ദിക്കുകയാണ്. ഇത് ഒപ്പം തന്നെ CPM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി സതീശ് കൂടി ചേരുകയാണ്. സതീശ്, എങ്ങനെയാണ് 15 കേന്ദ്രങ്ങളിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ പങ്കെടുപ്പിക്കാൻ വലിയ വിജയം തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. മയക്കുമരുന്നിന്റെ അടിവേര അറക്കാൻ ജനങ്ങളുടെ പിന്തുണയാണ് ആവശ്യം. ഇപ്പം ജനങ്ങളെ സജ്ജമാക്കുക, അവരെ ബോധവൽക്കരിക്കുക, ആ പ്രതിരോധ പ്രവർത്തനത്തെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ജനകീയമായിട്ടുള്ള അടിത്തറയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ 15 കേന്ദ്രങ്ങളിലാണ് ഇതേ സമയം മനുഷ്യക്കോട്ടയ്ക്ക് വേണ്ടി അണിചേരുന്നത്. 2 ലക്ഷം ആളുകൾ 15 കേന്ദ്രങ്ങളിലായി അണിചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള നിരവധി ആളുകൾ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കലാകാരന്മാരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, അധ്യാപകർ, സ്ത്രീകൾ, അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാർ, ഡോക്ടർമാർ, പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ വിവിധ കേന്ദ്രങ്ങളിലായി ഇന്ന് അണിചേർക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ പ്രവർത്തനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുമ്പോട്ട് വരുന്നു. ഇതൊരു തുടർ പ്രക്രിയയായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് കണ്ടിട്ടുള്ളത്. എറണാകുളത്തൊരു വലിയ ജനകീയ സമിതി തന്നെ ജില്ലാടിസ്ഥാനത്തിൽ ഞങ്ങൾ രൂപ കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ MK സാനുമാഷാണ് അതിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം ഇപ്പം ഇതിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേരും. എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് മയക്കുമരുന്ന് എന്ന മഹാവിപത്തിൻ്റെ അടിവേർ അറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനാവശ്യമായ ജനകീയ ശക്തിയുടെ ഉദയമാണ് ഈ മഹാകോട്ടയിലൂടെ ഇവിടെ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കൊച്ചിയുടെ മേയർ അനിൽകുമാർ കൂടി ചേരുകയാണ്. മേയർ, പ്രത്യേകിച്ചും നഗരത്തിലാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാര്യമായിട്ടുള്ളത്. കോളേജുകളൊക്കെ കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ്. എങ്ങനെയാണ് മേയർ ഇതിനൊക്കെ കാണുന്നത്? അല്ല, ഞാനിപ്പോൾ ഇതിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് CPM എങ്ങനെ കാണുന്നു എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ബഹുമാന്യ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ ജില്ലാ സെക്രട്ടറി പാർട്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനും പോലീസ് കമ്മീഷണറും കളക്ടറും കൂടി ചേർന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപന യോഗം ഇപ്പോൾ ചേർന്നു. അതിൽ ആരോഗ്യ വിഭാഗം, സൈക്കാട്രി വിഭാഗം, വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ജോയിൻ്റ് എഫർട്ട്
കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് CPIM ഉദ്ദേശിക്കുന്നത് ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്യാനല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് തീർച്ചയായും സഖിൻ എന്താണെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കേണ്ടതുണ്ട്.